بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, ജംഉൽ ജവാമിയുടെ 70ാമത്തെ സബഖ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നഹിയിലൂടെയാണല്ലോ. ഫൈൻകാന മുത്ലഖുൻ നഹി ലി ഖാരിജിൻ, അയിന് വേണ്ടിയുമല്ല ലാസിമിന് വേണ്ടിയുമല്ല. പിന്നെ എന്തിനായിരിക്കും ഈ നഹി? മുത്ലഖൻ നഹി വരിക മുഖയ്യദല്ലാത്ത നഹിയാണ്. ഒന്നുകൊണ്ടും ഖൈദ് നൽകപ്പെടാതെ വെറും നഹി, അതിനുള്ള മുത്ലഖുൻ നഹി എന്ന് പറഞ്ഞത്. ആ മുത്ലഖുൻ നഹി ആയാൽ എന്തിനു വേണ്ടിയായി? ലി ഖാരിജിൻ, ഒരു ഖാരിജിന് വേണ്ടി ആയാൽ. ഖാരിജ് എന്ന് പറയുമ്പോൾ അതിൽ മൻഹി അൻഹു, മൻഹി ഏതാണോ നഹി ചെയ്യപ്പെടുന്നത് അതാണല്ലോ മൻഹി അൻഹു. ആ മൻഹി അൻഹുവിനെ തൊട്ട് ഖാരിജാണ്, അതുമായി ബന്ധമില്ല. എന്നാ അതിനെ തൊട്ട് അതിന്റെ ലാസിമല്ല അയിനുമല്ല, ആ നിലക്ക് താല്ലുക്കില്ല എന്ന് പറയുമ്പോൾ ലാസിമും അല്ല അയിനുമല്ല, അതാണ് ഖാരിജ്. ആ ഖാരിജിനെ തൊട്ട് ഖാരിജിന് വേണ്ടിയാണ് ആ മുത്ലഖ് നഹി എങ്കിൽ, ഒന്നും കൂടി തെളിച്ച് പറഞ്ഞാൽ ഐ ഗൈരി ലാസിമിൻ ലഹു, മൻഹിയുൻ അൻഹു ലാസിമു അല്ല. അങ്ങനെ ലാസിം അല്ലാത്തതിന് വേണ്ടി നഹി വന്നാൽ ഏതുപോലൊരു ഉദാഹരണം? കൽ വുദൂഇ ബിമൗസൂബിൻ, കവർച്ച ചെയ്യപ്പെട്ടതായ വെള്ളം കൊണ്ട് ഉതുണ്ടാക്കും പോലെ എന്നാ പറഞ്ഞത്. ഉതുണ്ടാക്കരുത് മഹസൂബിൻ, മഹസൂബ് കൊണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഉതുണ്ടാക്കരുത് എന്ന് പറയുന്ന ഇബാദത്തിനെ നഹി ചെയ്തിട്ടുണ്ട്. മൻഹിയുൻ അൻഹു ഏതാണ്? വുദു ആണ്. ആ മൻഹിയുൻ അൻഹുവായിരിക്കുന്ന വുദുവിനെ തൊട്ട് വന്ന ആ മുത്ലഖിൻ നഹി എന്തിനെ തൊട്ട് വന്നതാ? അത് ഖാരിജിന് വന്ന നഹിയാണ്. എന്താ ഖാരിജ്? മഹസൂബ്. വുദുവിന്റെ അയിനല്ല മഹസൂബ്, വുദുവിന്റെ ലാസിമും അല്ല. അങ്ങനെ മഹസൂബ് ഖാരിജിയാണ്. ഈ ഖാരിജി കാരണമാണ് ആ ഒരു മൻഹിയുൻ അൻഹുവിനെ തൊട്ട് നഹി വന്നിട്ടുള്ളത്. എന്നാൽ എന്താണ് ഇപ്പോൾ കാരണം? ലി ഇത്ലാബി മാരിൽ ഗൈർ അൽ ഹാസിലി ബി ഗൈരിൽ വുദൂഇ അല്ലാ. ലി ഇത്ലാബി മാരിൽ ഗൈരി, മറ്റൊരുത്തന്റെ സമ്പത്ത് നശിപ്പിച്ചതിന് വേണ്ടി. എങ്ങനത്തെ ഇത്ലാബ്? അൽ ഗൈരിൽ ഹാസിലി, ഉണ്ടായിത്തീർന്ന, അൽ ഹാസിലി ഉണ്ടായിത്തീരുന്ന ഇത്ലാഫ്. എന്തുകൊണ്ടുണ്ടായിത്തീരുക? വൈരിൽ വുദൂഇ, വുദു അല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു നശിപ്പിക്കൽ അവിടെ അല്ലേ? വുദു അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു വിധേന കവർച്ച ചെയ്താലും ഇത്ലാഫ് അല്ലേ? ആണല്ലോ. അപ്പോ ഐലൻ വീണ്ടും എന്ന് പറഞ്ഞാൽ കവർച്ച ചെയ്തുകൊണ്ട് വുദു ഉണ്ടാക്കിയാൽ തന്നെ ആ വുദുവോടുകൂടി ആ മാറി നശിപ്പിക്കലില്ലേ എന്നതുപോലെ തന്നെ വുദു അല്ലാത്തത് കൊണ്ടും ഉണ്ടായിത്തീരുന്ന ഒരു നശിപ്പിക്കുക, മറ്റുള്ള സമ്പത്ത് നശിപ്പിക്കുക എന്നുള്ളുണ്ട്. അതുണ്ടായതിന് വേണ്ടിയിട്ടാണ്, അതാണ് ഖാരിജ് വരിക. ഇങ്ങനെ ആയതുകൊണ്ട് മഹസൂബ് കൊണ്ട് ഒന്നുണ്ടാക്കും പോലെ ഉദാഹരണം പറഞ്ഞു. വേറെ ഉദാഹരണം പറയവക്കൽ ബൈ വഖ്ത് നിദായിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കച്ചവടം ചെയ്യും പോലെയാണ്. അവിടെ ബൈനെ പറ്റി നഹി വന്നത് അയിനും അല്ല ലാസിമും അല്ല, ഖാരിജിയാണ്. എന്താ ഖാരിജ് നോക്കാൽ? തഫ്വീത്തിഹ, ആ ജുമയെ നഷ്ടപ്പെടുത്തിയതിന് വേണ്ടി. അൽ നാസിരി, എങ്ങനത്തെ തഫ്വീത്ത് ഉണ്ടായിത്തീരുന്നത് എന്തുകൊണ്ട്? ബിഗൈരിൽ ബൈ, വിൽപ്പന അല്ലാത്തത് കൊണ്ട്. ഐദൻ വീണ്ടും വിൽക്കൽ കൊണ്ട് തന്നെ ജുമ നഷ്ടപ്പെടുത്തുന്നു. ഇനി വിൽപ്പന അല്ലാത്ത രീതിയിലും ജുമ നഷ്ടപ്പെടുക എന്നുള്ളത് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ലാസിം അല്ലല്ലോ അയിനും അല്ലല്ലോ, ഖാരിജി അല്ലേ? ഈ കാലത്തിന് വേണ്ടിയാണ് ബൈ പാടില്ല എന്ന് നഹി വന്നത്. വഖസ്വലാത്ത് ബിൽ മക്കാൻ മക്റൂഹി, കറാഹത്താക്കപ്പെട്ട സ്ഥലത്ത്, മക്റൂഹായ അതായത് വെറുക്കപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ അവൻ മഹസൂബി, കവർ ചെയ്യപ്പെട്ട സ്ഥലം. ഈ രണ്ടാലൊരു സ്ഥലത്ത് പോയി നിസ്കാരം പോലെ അവിടെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അവിടെ നിസ്കരിക്കരുതെന്ന് പറയുമ്പോൾ നിസ്കാരത്തെ തൊട്ടുള്ള നഹിയാണെങ്കിലും ആ നഹി ഖാരിജാണ്. മക്കാൻ മക്റൂ ഖാരിജ്, അല്ലെങ്കിൽ മഹസൂബായ മക്കാൻ അതും ഖാരിജ്. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ. ഇങ്ങനെ ഒരു ഖാരിജിയായ ഉദാഹരണം കൊടുത്തല്ല, 3 ബൈ, അതുപോലെ സലാത്ത്, ഈ 3 കാര്യങ്ങൾ വന്നതായിരിക്കുന്ന നഹി ഉണ്ടല്ലോ. അതൊക്കെ ഹദീസിലും കാണാം, ഫിഖിലും ഒക്കെ കാണാം. ആ നഹി മുത്ലഖ് നഹിയാണ്. ആ വന്ന നഹി ലാസിമും അല്ല അയിനുമല്ല, പിന്നെന്താ? ഖാരിജിയാണ്. ഇങ്ങനെ ഖാരിജിന് വേണ്ടി വന്ന് ഈ നഹിയെ കുറിച്ച് എന്ത് പറയുന്ന? അത് വന്നാൽ അവിടെ പറയാനുള്ളത് അഭിപ്രായമുണ്ട്. ലൻ യുഫിദിൽ ഫസാദ, നഹി ഫസാദിനെ മനസ്സിലാക്കി തരുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഈ നഹി ലൻ യുഫിദിൽ ഫസാദ, അതൊരു ഫസാദിനെ മനസ്സിലാക്കി തരുന്നില്ല, അത് ഫലം ലഭിക്കില്ല ഫസാദിനെ. ആരുടെ അടുക്കൽ? ഇന്ദൽ അക്തരീമിനൽ ഉലമാ, പണ്ഡിതരിൽ അധിക ആളുകളെയും അടുക്കൽ അങ്ങനെയില്ല. എന്താ കാരണം? അന്നൽ മൻഹിയ അൻഹു, നിശ്ചയമായിട്ടും ഇവിടെ മൻഹിയു അൻഹു ആയ കാര്യം, അതായത് ഉളൂ ബൈഇ സ്വലാത്ത്,
ഫിൽ ഹഖീഖത്തി യഥാർത്ഥത്തിൽ ദാലിക്കൽ ഖാരിജു ആ ഖാരിജ് അല്ലേ. പിന്നെ ഇങ്ങനെ ഫസാദ് വരിക വുളു അല്ല മഅസൂബ് അല്ല ഖാരിജ്, വഖ്തുൻ നിദാ അല്ല ഖാരിജ്, അതുപോലെ തന്നെ മക്കാൽ മക്റൂഹ അല്ലെങ്കിൽ മക്കാൽ മഅസൂബ് അല്ല ഖാരിജ്. അതാണ് അവിടെ നഹി. അപ്പൊ കവർച്ച ചെയ്യരുത്, ബാങ്ക് കൊടുക്കുന്ന സമയത്തുള്ള വിൽപ്പന പാടില്ല, അതുപോലെ തന്നെ വെറുക്കപ്പെട്ട സംഗതി മഅസൂബായ സ്ഥലം മക്റൂഹായ സ്ഥലം എടുക്കരുത്, ഇങ്ങനെയൊക്കെയല്ലേ. ഇങ്ങനെ ഖാരിജിയായ ഒരു കാര്യമുണ്ട്. അവിടെ തഫ്വീത്ത് അതുപോലെ നശിപ്പിക്കുക എന്ന പരിപാടി ഉണ്ട്. അതൊന്നും പാടില്ല എന്നുള്ളടത്തേക്കല്ലേ നഹി വരുന്നത്. അതാണ് ഹഖീഖത്തിൽ അവിടെ മൻഹിയാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ മുത്തലഖ് നഹി എന്തല്ല ഫസാദിനെ ഫായിദത്തിക്കൂല എന്ന് പറയാൻ കാരണം അതാണ് ആ ഇല്ലത്ത് പ്രകാരം. ഇമാം അഹ്മദ്, എന്നാൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു മുത്തലഖുൻ നഹി ആകുന്നത് യുഫീദുൽ ഫസാദ, അത് ഫസാദിനെ മനസ്സിലാക്കി തരിക തന്നെ ചെയ്യും. മൂപ്പര് മുത്തലഖൻ നൽക അക്സർ മുഖയ്യദായിരുന്നു. ഇമാം അഹ്മദ് തങ്ങൾ അക്സറിന് എതിരായി പോകുന്നത് മുത്തലഖിന് ഈ ഫസാദി ആകുള്ളൂ, അത് മുത്തലഖായിട്ട് മുഖയ്യദല്ലാണ്. മുത്തലഖ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമായി സവാഉൻ സമമാണ്, ലം യകുൻ ലി ഖാരിജിൻ ആ നഹി ഖാരിജിന് വേണ്ടി ആയില്ല, ഔ കാന ലഹു അല്ലെങ്കിൽ ഖാരിജിന് വേണ്ടി ആയി, എന്തായാലും വേണ്ടില്ല, ഫസാദിയെ മനസ്സിലാക്കി തരുള്ളൂ നഹി മുത്തലഖ് നഹി എന്നാണ് നാലാം മദ്ഹബുകാരനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. കാരണം മൂപ്പർക്ക് അതിന് ദലീൽ വരാനുള്ളത് ഇനി അന്നദാലിക നിശ്ചയമായിട്ടും ആ മുത്തലഖ് നഹി അല്ലെങ്കിൽ ആ ഫസാദ് മുഖ്തലാഹു ആ മുത്തലഖ് നഹിയുടെ മുഖ്തല അതല്ലേ. എന്തിനാ നഹി വരുന്ന ഫസാദല്ലേ, അത് തന്നെയാണ്. അപ്പൊ പിന്നെ യുഫീദുൽ ഫസാദ ഫി സുവരിൽ മദ്കൂറത്തി മുമ്പ് പറയപ്പെട്ട മഖ്സൂബ് കൊണ്ടുള്ള വുളു, വഖ്തുൻ നിദാന സമയത്തുള്ള വിൽപ്പന, മക്കാനുൽ മഖ്സൂബിലോ മക്റൂഹുള്ള സലാത്ത്, അതിലൊക്കെ ഫസാദാണ് മനസ്സിലാക്കി തരുന്നത്, അല്ലാന്ന് പറയാൻ പറ്റൂല എന്നാണ് പ്രവാദം. എന്തുകൊണ്ട് ലിൽ ഖാരിജി ഇൻദഹു, കാരണം മൂപ്പര് അങ്ങനെ പറയുന്നത് ആ മൻഹിയുൻ ഫസാദ് എന്ന് പറഞ്ഞാൽ ആ മുത്തലഖിനുള്ള മുഖ്തലയാണ്. എപ്പോ ലിൽ ഖാരിജി എന്തു മൂപ്പരെടുക്കല്ല, അത് ഖാരിജിന് വേണ്ടി. അപ്പോ ഖാരിജിന് വേണ്ടി പറയപ്പെട്ട ഉദാഹരണങ്ങളില്ലേ, അൽ മദ്കൂറത്തിൽ ഖാരിജി, ഇവിടെ ഖാരിജിന് വേണ്ടി പറയപ്പെട്ട ഉദാഹരണങ്ങളുണ്ട്. ആ ഖാരിജിന് വേണ്ടി പറയപ്പെട്ട ഉദാഹരണങ്ങളിൽ ഫസാദിനെയാണ് മനസ്സിലാക്കി തരുക മുത്തലഖ് നഹി ഇൻദഹു ഇമാം അഹ്മദ് ബിൻ തങ്ങളുടെ അടുക്കൽ. ഖാല എന്നിട്ട് ഇമാം അഹ്മദ് തങ്ങൾ പറയുന്നു വലഫ്ളുഹു ആ മുത്തലഖ് നഹിയുടെ ലഫ്ള് ഹഖീഖത്തുൻ അത് ഹഖീഖത്ത് തന്നെയാണ്. വഇൻദഫൽ ഫസാദു ലിദലീലിൻ ഏതെങ്കിലും വേറൊരു ദലീൽ കൊണ്ട് അവിടെ ഫസാദില്ലാന്ന് വെച്ചോളി, എന്നിരുന്നാലും ആ വന്ന ലഫ്ള് ഹഖീഖത്തല്ലേ എന്നാണ് മുപ്പർ പറയുന്നത്. ഏതുപോലെ കമാബി ത്വലാഖിൽ ഹായിദി ലിൽ അംരി ബി മുറാജഅതിഹാ ഹൈലുകാരിയെ വിവാഹമോചനം നടത്തിയതിൽ അവളെ മടക്കിയെടുക്കണം എന്നതുകൊണ്ടുള്ള കൽപ്പന ഉണ്ടായതിന് വേണ്ടി. അപ്പൊ ഹൈലുകാരിയെ വിവാഹമോചനം നടത്തരുത് മുത്തലഖ് നഹിയുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആ നഹിയിൽ എന്തില്ല, ഫസാദില്ല. ഫസാദില്ല എന്ന് പറയാൻ കാരണം എന്താ, വേറൊരു ദലീല് കൊണ്ടാണ്. എന്താ ദലീല്, അവളെ മടക്കിയെടുക്കണം എന്ന കൽപ്പന വരുമ്പോ അവിടെ ഫസാദില്ല എന്നല്ലേ വന്നത്. ഇങ്ങനെ ഫസാദില്ല എന്ന് വന്നാലും അവളെ വിവാഹമോചനം നടത്തരുത് എന്ന് പറഞ്ഞ അവിടെ നഹി ഉണ്ടല്ലോ, ആ നഹി ഹഖീഖത്തല്ലേ. കമാ തഖദ്ദമാക്കും പറഞ്ഞതുപോലെ, കാരണം അത് ഹഖീഖത്താണെന്ന് ഉപരി പറയാൻ കാരണം ലി അന്നഹു നിശ്ചയമായിട്ടും ആ ലഫ്ള് ലം യന്തഖിൽ അൻ ജമീഇ മൂജബിഹി അതിന്റെ അഥവാ ആ നഹിയുടെ മൂജബുണ്ട്. ആ നഹി വന്നാൽ അതുകൊണ്ട് ഉണ്ടാക്കി തീർക്കപ്പെടുന്ന കാര്യം ഏതാണോ ആ മൂജബിൻ മുഴുവത്തിനെയും തൊട്ട് അത് പുറത്തു പോയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. മൂജബ് എന്തിനാലാണ് മിനൽ കഫി തടയുക, വൽ ഫസാദി ഫസാദ്. അപ്പൊ നഹി വരുന്ന ഒന്നിരിക്കെ തടയാൻ അല്ലെങ്കിൽ ഫസാദ്, ഇതാണല്ലോ നഹി. അതാണ് അതിന്റെ മൂജബ, ആ നഹിയുടെ മൂജബ അതാണ്. ആ മൂജബ് മുഴുവത്തെ തൊട്ടും എന്തായിട്ടില്ലല്ലോ, ആ നഹിയുടെ ലഫ്ള് നീങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഫഹുവ അങ്ങനെ വരുമ്പോൾ ഈ നഹിയാകുന്നത് കൽ ആമി, അപ്പൊ ഈ നഹിയുടെ ലഫ്ള് ആകുന്നത് ആമ പോലെയാണ്. അല്ലതി എങ്ങനത്തെ ആമ് ഖുസ്സ അതിന് തഖ്സീസാക്കപ്പെട്ട ആമുണ്ട്. അപ്പൊ ആമുണ്ടാകുമ്പോൾ അതിനെ ഖാസാക്കപ്പെടാൻ പറ്റുന്ന ഒരു തഖ്സീസ് അപ്പുറത്തുണ്ടാവും. അപ്പൊ തഖ്സീസാക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ മഖ്സൂസായ ആമാണ് ഈ നഹി.
അപ്പൊ വിവാഹമോചനം നടത്തരുത് എന്ന് പറയുന്നത് ആമാണ്. പക്ഷെ ആമാണെങ്കിലും അതിന് ഖാസിന്റെ അവിടെ കാരണം മടക്കിയെടുക്കാന്നുള്ള കൽപ്പന വന്നു. അപ്പൊ അതുകൊണ്ട് എന്തായി, ആ ആമിനെ ഒരു തഖ്സീസാക്കുന്ന അവർ മഖ്സൂസായ ആമാണ് ഈ ലഫ്ള്. അവിടെ ഹഖീഖത്തുണ്ടല്ലോ. അപ്പൊ ഇന്നോ ഹഖീഖത്തുൻ ഫീമാ ബഖിയ. അപ്പോ ഇതിൽ ഖാസാണെങ്കിലും ഈ പറയുന്നത് ഒഴിവാക്കിയാൽ ആ നഹിയിൽ ബാക്കി ഏതെല്ലാം ജുസുക്കുണ്ടോ അതിൽ ഈ നെഹി ഹഖീഖത്തല്ലേ ആണ്. കമാസയത്തി അതൊക്കെ വിശദമായി പിറകിൽ വരുന്നുണ്ട്, അവിടുന്ന് മനസ്സിലാക്കാം. എന്നാൽ മറ്റൊരു മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് വഖാല അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്ലഖുൻ നഹി, മുത്ലഖുൻ നഹി എന്ന് പറഞ്ഞാൽ ലാ യുഫീദുൽ ഫസാദ മുത്ലഖൻ, അത് ഒരിക്കലും ഫസാദിനെ മനസ്സിലാക്കൂല എന്നാണ്. അപ്പൊ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എതിരായിക്കൊണ്ടാണ് മൂപ്പർ പോണത്. ഈ രണ്ട് ഖൗലും അക്സറിന് എതിരാണ് താനും. അക്സറിന് മുഖയ്യതാക്കി ഇവർ മുത്തലഖാക്കിയിട്ടാണ് പോണത്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഐ സവാഅൻ കാന ഖാരിജിൻ, ആ മുത്തലഖുൻ ഈ ഖാരിജിന് വേണ്ടി ആയി, ഔലം യകുല്ലു അലി ഖാരിജിന് വേണ്ടി ആയില്ല, എന്തായാലും വേണ്ടില്ല, ഫസാദില്ല അവിടെയാണ് ലിമാ സയതി. അപ്പൊ ഇമാം അബൂ ഹനീഫ തങ്ങള് മുഖയ്യദ് എന്ന നിലക്ക് നമ്മോട് യോജിക്കാം. പക്ഷെ നമ്മൾ യോജിക്കാത്തത് എങ്ങനെയാണ്? അക്സറോട് യോജിക്കാത്തത് മുത്തലഖാക്കി, ആ ഒരു മാറ്റമുണ്ട്, അതാണ്. അപ്പോഴേ ഖാരിജിന് വേണ്ടിയുള്ള മുത്ലഖുൻ നഹി അക്സറിന്റെ അടുക്കൽ എന്താകൂല, ഫസാദിനെ മനസ്സിലാക്കൂല എന്ന് പറയുന്നു. ഇമാം അഹമ്മദ് തങ്ങള് മുത്തലഖ് നൽക്ക് എന്താക്കുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നു പറയുന്നു ഫസാദ്. ഇവിടെ മുത്തലഖ് കൊടുത്തുകൊണ്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ, അപ്പൊ നമ്മ അക്സർ മുഖയ്യദ് മേലെ നിൽക്കുക. അങ്ങനെ തന്നെയാണല്ലോ മത്തിന് പരിശോധിച്ചാൽ കാണുക. ഇവിടെ വഇൻകാന മുത്തലഖുൻ ഖാരിജിന്ന, അപ്പൊ ഖാരിജിയായി വരുമ്പോ ഖാരിജിന് വേണ്ടി വരുന്ന നഹീലാണ് ഇപ്പൊ തർക്കമുള്ളത്. അപ്പൊ മുത്തലഖ് നൽക്ക് ഫായിദയുണ്ട്, ഇല്ല, അക്സർ ഇല്ല, ഇങ്ങനെ പോകുന്നു. ഫീഫാദി സിഖ, അതെന്താണ് അങ്ങനെ പറയാൻ ലിമാ സയ്യത്തി ശേഷം വരുന്നത് വേണ്ടി എവിടെ ഫീഫാദി സിഖത്ത, ഇങ്ങനെയുള്ള മുത്തലഖ് നഹി സുഖത്തിനെയാണ് മനസ്സിലാക്കി തരുക എന്ന് ശേഷം വരുന്നുണ്ട്. അതുകൊണ്ടാണ് മുത്തലഖ് നൽക്ക് ഇവിടെ ഫസാദ് ഇല്ല എന്ന് പറഞ്ഞത്. കാല എന്നിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, നഅമെങ്കിലും അൽ മൻഹിയു അൻഹു, മൻഹിയുൻ അൻഹു ആകുന്നത് ലി ഐനിഹി, എന്തിന്? ആ മൻഹിയുൻ അൻഹുവിന്റെ ഐനിന് വേണ്ടിയാണ് മൻഹി അൻഹു ആയത്. ആ നഹിയുടെ ഐന് വന്ന അൻഹു, മൻഹി അൻഹു, ആ മൻഹിയുൻ അൻഹുവായ കാര്യം ലി ഐനിഹി, അതിന്റെ ഐനിന് വേണ്ടി നോക്കുമ്പോൾ ഇതുപോലെയൊക്കെ സലാത്തുൽ ഐലി വബൈഇൽ ഖലാഖി, ഗർഭപാത്രത്തിലുള്ള കുട്ടികളെ വിൽക്കാൻ പാടില്ല, ഹൈൽദുകാർ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന നെഹി, അത് അതിന്റെ ഐനിന് വേണ്ടിയുള്ള നെഹിയാണ്. ആ ഐനിന് വേണ്ടി വന്ന മൻഹിയുൻ അൻഹു ആകുന്നത് വൈറു മഷ്റൂൻ, അത് ശറഅക്കപ്പെടാത്തതാണ്. അപ്പൊ ഹൈൽദുകാർ നിസ്കരിക്കരുത്, ഹറാമാണ്. കുട്ടിയെ ഗർഭപാത്രത്തിലുള്ള നാൽക്കാലി കുട്ടികളെ വിൽക്കരുത്, അതും എന്താണ്? നെഹിയാണ്. അപ്പൊ അത് ശറഅക്കപ്പെടാത്തതാണല്ലോ. അപ്പൊ ശറഅക്കപ്പെടാത്തതെന്ന് പറയുമ്പോൾ ആ നെഹിക്ക് ഒരു ഫസാദ് ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി വന്ന നെഹി ആയിരിക്കെ വൈറു മസ്റൂ ആണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ ഫസാദ് ഉണ്ട്. ആ ഫസാദ് അറളിയുൻ, അത് അറളിയാണ്. അറളിയാണെന്ന് പറഞ്ഞാൽ ഐ അറള ഇൻ നെഹി, നെഹിക്ക് ആരിലായി വന്നതാണ് ആ ഫസാദ് എന്നല്ലാതെ അത് ആ ഐനിന് വേണ്ടി മൻഹി അൻഹു ആയപ്പോ ആ നെഹി അങ്ങനെ വന്ന ഫസാദ് അല്ല. അപ്പൊ നെഹിയുടെ ഐനിൽ എന്തില്ല? ഫസാദില്ല. ഫസാദ് വന്നത് ഐനിന് വേണ്ടി വന്ന ആ നെഹിക്ക് ആരിലായി വന്ന ഫസാദുള്ള ഇവിടെ. എവിടെ? മസ്റൂഇ, ഈ നെഹിയെ മസ്റൂആക്കപ്പെടാത്തതിൽ ഉപയോഗിക്കപ്പെടുന്ന സമയത്ത്. എങ്ങനെ? മജാസായിട്ട്. എന്തിന് മജാസായിട്ടാണ് ഈ കൊണ്ടുവന്നത്? അനി നഫി, ഒരു നഫിയെ തൊട്ട്. അല്ലതി, എങ്ങനത്തെ നഫി? അൽ അസ്ലു, അടിസ്ഥാനമാകുന്നത് യുസ്തഅമല, ആ നഫിയെ ഉപയോഗിക്കലാണല്ലോ. ഫിഹി വൈറു മസ്റൂഇലാണല്ലോ നെഹി ഉപയോഗിക്കേണ്ടത്. എന്തിനാണ് വൈറു മസ്റൂഇൽ നെഹി ഉപയോഗിക്കുന്നത്?
ഇഖ്ബാറൻ വർത്തമാനം പറയിക്കാൻ വേണ്ടി, എന്തിനെ തൊട്ട്, അൻ അദ്മിഹി ആ വൈറു മശ്റൂ ഇവിടെ ഇല്ല, വൈറു മശ്റൂ ഇവിടെ ഇല്ല എന്നതുകൊണ്ട് വർത്തമാനം പറയണം. അങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് നഫിയെ വൈറു മശ്റൂ ഉപയോഗിക്കേണ്ടത്. അതാണ് അസില്. അങ്ങനത്തെ നഫിയെ തൊട്ട് മജാസായിട്ട് ഇവിടെ നഹി കൊണ്ടുവന്നു എന്നേ പറയാനുള്ളൂ. അതാണ് അറള് എന്ന് പറയാൻ കാരണം. എന്താണ് വൈറു മശ്റൂ ഇല്ല എന്ന് പറയാൻ കാരണം? ഈ ഇദാവി മഹല്ലിഹി വൈറു മശ്റൂഇന്റെ മഹല്ല് ഇവിടെ ഇല്ലല്ലോ. വൈറു മശ്റൂ മഹല്ല് ഇവിടെ ഏതാണുള്ളത്? ഇല്ല. അയൽക്കാർ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ നിസ്കരിക്കണം എന്നുള്ള മഹല്ല് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ആ മഹല്ല് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല, അവിടെ വൈറു മശ്റൂ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ആ നഫിക്ക് പകരം മജാസായി കൊണ്ടുവന്ന നെഹിയാണ് നെഹി. അങ്ങനെ വരുമ്പോൾ ഈ നെഹി അയിനിന് വേണ്ടി വന്ന നെഹിക്ക് ഫസാദ് വന്നിട്ടില്ല. പിന്നെ ആ നെഹിക്ക് വരുന്ന ഫസാദ് അറളായിട്ട് വന്ന രീതി ഇങ്ങനെയാണ് എന്നാണ് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ പക്ഷം. ഹാദ എന്നാൽ നമ്മൾ ഈ പറയുന്ന വിഷയമൊക്കെ ഫീമ ഒന്നിലാണ്. ഒന്ന് മിൻ ജിൻസിൽ മസ്റൂഇ മസ്റൂആയ കാര്യത്തിൽ പെടണം അത്. അപ്പൊ മസ്റൂആക്കപ്പെട്ട ജിൻസിൽ പെടുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന ചർച്ച നടക്കുന്നത്. അപ്പൊ അമ്മ വൈറുഹു മസ്റൂഇന്റെ ജിൻസിൽ പെടാം. അപ്പൊ മസ്റൂ ജിൻസിൽ പെട്ടത് തന്നെയല്ലേ നിസ്കാരം ബൈന്നൊക്കെ പറഞ്ഞു, അങ്ങനത്തെ ഓർത്തിക്ക. അപ്പൊ ഇനി അമ്മ വൈറുഹു മസ്റൂഇന്റെ ജിൻസ് അല്ലാത്തതാണെങ്കിലോ, ഏതുപോലെയൊക്കെ സിന പോലെ. സിന മസ്റൂഅ അല്ലല്ലോ, മസ്റൂ ജിൻസ് പെട്ടതല്ലല്ലോ സിന. ബിസായി ജാ കൊണ്ട് വായിക്കണം, ആ കൊണ്ട് വായിക്കണ്ട. സിന പോലെ ഫന്നഹി ഫീഹി. അപ്പൊ പിന്നെ സിന ചെയ്യരുത് എന്ന് പറഞ്ഞ അതിലുള്ള നെഹിയാകുന്നത് അലാ ഹാലിഹി അതിന്റെ അതേ അവസ്ഥയുടെ മേൽ തന്നെയാണ് നെഹിയുള്ളത്. അപ്പൊ ഫസാദു അപ്പോൾ അതിന്റെ ഫസാദോ, നെഹി ചെയ്യരുതെന്ന് പറയുന്നു, ആ നെഹി അതിന്റെ അതേ അവസ്ഥയിൽ തന്നെ നെഹി ഉള്ളതും. എന്നിരിക്കെ ആ നെയ്യോട്ട് ഫസാദ് ഉണ്ടല്ലോ ഇവിടെ. ആ ഫസാദ് മിൻ ഖാരിജിൻ, അത് ഖാരിജിന് വന്ന ഫസാദാണ്. ആ ഖാരിജിന് വന്ന ഫസാദ് എന്താ? തറവാടിത്തമില്ലാതിരിക്കുക എന്നുള്ളതുണ്ടാവും. ഇങ്ങനെയാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ പോകുന്നത്. സുമ്മകാല അങ്ങനെ മൻഹി പറഞ്ഞിട്ട് മൻഹിയൻ കഴിഞ്ഞു. വീണ്ടും മഹാനവറുകൾ പറയുന്നു അയിനെ കുറിച്ചുള്ള മൻഹിനെ ചർച്ച ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അയിന് വേണ്ടി വന്ന മൻഹിയുൻ അൻഹി അത് വൈറു മസ്റൂ ആയിരിക്കെ അപ്പൊ ആ നെയ്ക്കുള്ള ഫസാദ് അറളിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മഹാൻ പറയുന്നത്, ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു വൽ മൻഹിയു അൻഹൂലി വസ്ഫിഹി. ഇനി അങ്ങനെയല്ല, വസ്ഫിന് വേണ്ടി, അപ്പൊ ലാസിമിന് വേണ്ടി, വസ്ഫിന് വേണ്ടി മൻഹിയു അൻഹു ആയതോന്ന്. അതിന് വേണ്ടിയല്ല, വസ്ഫിന് വേണ്ടി മൻഹിയു അൻഹി ഉണ്ട്. ആ മൻഹിയു അൻഹു ആയത് അതിന് ഉദാഹരണം കസൗമി യോമിൻ നഗരി, വലിയ പെരുന്നാൾ ദിനത്തിൽ നോമ്പ് നോൽക്കും പോലെയാണ്. അവിടെ നോമ്പ് നോൽക്കരുത് എന്നിട്ട് പെരുന്നാൾ ദിനത്തിൽ അവിടെ സോമിനെ സംബന്ധിച്ചിടത്തോളം നെഹിയില്ല. കാരണം അയിന് വന്ന നെഹി അല്ല അവിടെ. പിന്നെ വന്ന നെഹി വസ്ഫിന് വേണ്ടി വന്ന ആ സോമിന് ആയിരലായി വരുന്ന ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആയിരയുടെ വസ്ഫ് ലാസ്യമായി വരുന്നത്. ആ വസ്ഫിന് വേണ്ടിയാണ് അവിടെ നെഹി മൻഹി ഉള്ളത്. എന്താണത്? ലിയാഫത്തി, പെരുന്നാൾ ദിനത്തിൽ അള്ളാഹു തആല അടിയങ്ങളെ സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൽക്കാരം നോമ്പ് നിൽക്കാൻ പാടില്ല. ആ സൽക്കാരത്തെ തൊട്ട് നോമ്പ് നോൽക്കലുകൊണ്ട് ഇറാദ് ഉണ്ടായി. ഈ ഇറാദ് സോമിനെ സംബന്ധിച്ചിടത്തോളം അതിന് വസ്ഫായിട്ട് വന്ന ഒന്നാണ്. ആ വസ്ഫ് കാരണമായിട്ടാണ് നോമ്പ് നോൽക്കരുത് എന്ന മൻഹിയും ഉള്ളത്. ഈ മൻഹിയും അൻഹുവാകുന്നത് അതുപോലെ തന്നെ ദിർഹമൈനി, ഒരു നാണയത്തെ 2 നാണയത്തിന് പകരം വിൽപ്പന നടത്തും പോലെ അവിടെ ബൈഅ് പാടില്ല എന്നുണ്ട്. ആ ബൈഇനെ സംബന്ധിച്ചിടത്തോളം അയിനുള്ള നെഹി അല്ല. പിന്നെ എന്തിനു വന്ന നെഹിയാണ് അവിടെ ഉള്ളത്? അവിടെ ഒരു വസ്ഫുണ്ട്. ആ വസ്ഫിന് വന്ന നെഹിയാണ് അവിടെ. അതേതാ? ഇഷ്തിമാലിയ സിയാദത്തിൻ, ഒരു ഭാഗത്തുനിന്ന് ഒരു നാണയം, ഇങ്ങോട്ട് 2 നാണയം, അപ്പോൾ സിയാദത്ത് ഉണ്ട് അവിടെ. അപ്പൊ സിയാദത്തിന്റെ മേൽ ഈ ബൈഅ് വന്നു. അപ്പൊ ഈ ബൈഇനെ തൊട്ട് നെഹി വരാൻ കാരണം ഈ ബൈഇന് വസ്ഫായിട്ട് വന്ന സിയാദത്തുണ്ട്. ആ സിയാദത്ത് കൊണ്ടുവന്നതാണ് മൻഹിയുൻ അൻഹു ആയിരിക്കുന്ന ഈ ബൈഅ്. ഇങ്ങനെ വരുമ്പോൾ ഈ മൻഹിയുൻ അൻഹുവായിരിക്കുന്ന ബൈഉം നമ്മൾ നേരത്തെ പറഞ്ഞ നോമ്പും ഇത് മൻഹിയുൻ അൻഹുവാണല്ലോ വസ്ഫിന് വേണ്ടി. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇമാം അബൂ ഹനീഫ തങ്ങളുടെ അഭിപ്രായ പ്രകാരം യുഫീദുൻ നഹി ഫീഹി, അതിലുള്ള നെഹി മനസ്സിലാക്കുന്നത് എന്തിനാണ്? അസിഹത്ത ലഹു, ആ വിൽപ്പന ശരിയാണ് എന്നതും അതുപോലെ തന്നെ നോമ്പ് അതല്ലേ മൻഹിയു അൻഹു. അപ്പൊ ആ മൻഹിയു അൻഹു ശരിയാണ് എന്നാ മനസ്സിലാക്കി തരുന്നത്. ഫസാദ് വേറെ.
കാരണം ഈ അന്നൻ നഹിയാനി ഷൈഇ ഒരു വസ്തുവിനെ തൊട്ടുള്ള നഹി യസ്തദിഇ അത് തേടുന്നുണ്ടല്ലോ ഇംകാന വുജൂദി ആ വസ്തു ഉണ്ടാവാൻ പറ്റുമെന്ന് തേടുന്നുണ്ടല്ലോ. അപ്പൊ നോമ്പ് നോൽക്കരുത് പെരുന്നാൾ ദിനത്തിൽ എന്ന് പറയുമ്പോൾ നോമ്പ് അവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ കച്ചവടം ചെയ്യരുത് ഒരു നാണയത്തിന് 2 നാണയത്തിന് പകരം അവിടെ ഉണ്ടല്ലോ, അവിടെ വുജൂദ് ഉണ്ടല്ലോ. ആ വുജൂദിന് ഇംകാൻ, ആ ഇംകാനെയാണ് ഒരു വസ്തുവിനെ തൊട്ടുള്ള നെഹി തേടുന്നത്. അപ്പോ ആ കാരണം വെച്ച് നോക്കുമ്പോൾ അവിടെ മൻഹിയുൻ അൻഹുവായ സോമും ബൈഉം ശരിയാവണം എന്നല്ലേ നെഹി തേടുന്നത്, ഫസാദ് വേറെ. ഇങ്ങനെയാണ് ഇമാം അബു ഹനീഫ തങ്ങളുടെ പോക്കെന്ന് മനസ്സിലാക്കണം. ഓ ഇല്ല ഇങ്ങനെയല്ല നെഹി എങ്കിൽ കാൽ നെഹിയൻഹു പിന്നീട് നോമ്പ് വിൽക്കണ്ട അല്ലെങ്കിൽ വിൽപ്പന നടത്തണ്ട എന്ന് പറയുന്ന നെഹി ലഗവൻ അത് വെറുതെ ആയില്ലേ. വെറുതെ ആയില്ലെന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് കൗലിക്കാരില്ല അഹിമ ഒരു കണ്ണ് കാണാത്ത ആളോട് നീ പറയും പോലെ ലാ തുബിസുറു നീ നിനക്ക് കണ്ണ് കാണൂല. കണ്ണ് കാണൂരത്ത ഒരാളോട് കണ്ണ് കാണൂല എന്നാണ് എന്തായാലും അർത്ഥമുള്ളത് എന്നതുപോലെയാണ്. അപ്പോ പെരുന്നാൾ ദിനത്തിൽ ഒരാൾ നേർച്ചയാക്കിയ നോമ്പുണ്ടെങ്കിൽ ആ നേർച്ചയാക്കിയ നോമ്പിന് പകരം പെരുന്നാൾ ദിനത്തിൽ നോമ്പ് വെച്ചാൽ ശരിയാകുമെന്ന് വന്നല്ലോ. കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതുപോലെ. പക്ഷേ ലാ മുത്തലഖൻ നൽകല്ലോ, മുഖയ്യതാണ്. എന്തുകൊണ്ട് ലാ മുത്തലഖ് എന്ന് പറഞ്ഞത് ലി ഫസാദിഹി ആ നോമ്പ് ഇവിടെ ഫസാദായി. എന്തുകൊണ്ട് ബി വസ്ഫിഹി ലാസിമി ആ നോമ്പിന് ലാസിമായി വരുന്ന ഒരു വസ്തു ഇവിടെ ഉണ്ട്, ഇറാദല്ലേ. ആ ഇറാദ് എന്ന് പറയുന്ന വസ്തു ഇവിടെ വന്നു, അതുകൊണ്ടാണ് ആ നോമ്പിന് ഫസാദ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. എന്നാൽ ഖിലാഫി സ്വലാത്തി നിസ്കാരത്തിനെതിരായിക്കൊണ്ട് എവിടെ ഫിൽ ഔഖാത്തിൽ മക്റൂഹത്തി കറാഹത്താക്കപ്പെട്ട സമയത്തിൽ ഉള്ള നിസ്കാരത്തിനെതിരായിട്ട് ഫതസിഖു അവിടെ നിസ്കാരം ശരിയാകും മുത്ലഖായ നിലയിൽ. അവിടെ എന്ത് വേണ്ട എന്തായാലും കുഴപ്പമില്ല. മുത്ലഖായ നിലയിൽ അവിടെ ശരി നേർച്ചയാക്കിയാലും ഇല്ല എങ്കിലും കറാഹത്താക്കപ്പെട്ട സമയത്തുള്ള നിസ്കാരത്തിനെതിരെ ശരിയാകും. ഇങ്ങനെ പോകുന്നു ഇമാം അബു ഹനീഫ തങ്ങളുടെ അഭിപ്രായം. ഇമാം അഹ്മദ് റളിയല്ലാഹുവിന്റെ അഭിപ്രായവും പറഞ്ഞു. അക്സറിന്റെ അഭിപ്രായം നമ്മൾ പറഞ്ഞല്ലോ. അതിന് പറയുന്ന നെഹി എന്താണ്? മക്റൂഹായ സമയത്തുള്ള നിസ്കാരം മുത്തലഖ് നൽകി ശരിയാവെന്ന് പറയാൻ കാരണം ഈ അന്നഹിയ അവിടെ കറാഹത്താക്കപ്പെട്ട സമയത്തുള്ള നിസ്കാരം പാടില്ല എന്ന് പറയുന്ന ഹി ലി ഖാരിജിൻ അത് ഖാരിജിന് വന്ന നഹിയല്ലേ. ഖാരിജിന് വന്ന നഹിയാകുമ്പോൾ ഇമാം അബു ഹനീഫ തങ്ങളുടെ അഭിപ്രായ പ്രകാരം എന്താ പറഞ്ഞത്? അവിടെ മുത്തലഖ് നൽകി ഫസാദിനെ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെന്താ വരിക? സിഹത്തല്ലേ മനസ്സിലാക്കി തരിക എന്നാണ്. കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതുപോലെ വയസിഖുൽ ബൈഉൽ മദ്കൂറു ഇനി പറയപ്പെട്ട വിൽപ്പനയും ശരിയാകുമല്ലോ. ഏതാണ്? ഒരു നാണയത്തെ 2 നാണയത്തിന് പകരമായി വിൽക്കാന്ന് പറഞ്ഞു. അത് എപ്പോ ഇതാ ഉസ്തിദത്ത് സിയാദത്തു ആ സിയാദത്ത് അങ്ങ് ഒഴിവാക്കപ്പെട്ടാൽ ശരിയാകുമല്ലോ. ലാ മുത്തലഖൻ അത് തന്നെ മുത്തലഖ് നൽകി ശരിയാകൂല. കാരണം എന്തുകൊണ്ട്? ലിഫസാദി ആ ബൈ നഷ്ടപ്പെട്ട ആ ബൈ ഫസാദല്ലേ ബിഹാ ആ സിയാദത്ത് കൊണ്ട്. അതുകൊണ്ടാണ് മുത്തലഖ് നൽകല്ല എന്ന് പറയുന്നത്. വഇൻ കാന യുഫീദു ബിൽ ഖബ്ളി വഇൻ കാന യുഫീദു അത് ആണെങ്കിലും ആ ബൈ മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട്? ബിൽ ഖബ്ളി പിടിക്കൽ കൊണ്ട്. എന്തിനെ? അൽ മിൽക്കൽ ഖബീസ് വടക്കായ ഒന്നിനെ ഉടമയാക്കലിനെ പിടിച്ചു. ഉടമയാക്കലിനെ അങ്ങനെ ഖബ്ൾ ചെയ്താലും മനസ്സിലാക്കി തരുന്നുണ്ട് എങ്കിലും മുത്തലഖ് നൽകണ്ടാവുകയില്ല, അത് ശരിയാവൂല, മുഖയ്യ നൽകേ പറ്റുള്ളൂ. കമാ തഖദ്ദമ അത് മുമ്പ് പറഞ്ഞതുപോലെ. വഅതദൽ മുസന്നിഫു ഇനി മുസന്നിഫ് പറഞ്ഞ വാക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോ അങ്ങനെയാണ് മുത്തലഖ് ഖാരിജിന് വേണ്ടി വന്നാൽ ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി മുസന്നിഫ് സൂക്ഷിച്ചോബി മുത്തലഖ് നഹി എന്ന് പറയുമ്പോൾ അതിന് മുഖയ്യദിനെ തൊട്ട് ബിമാ ഒന്നുകൊണ്ടുള്ള ഖൈദ് യദുല്ലു ആ ഒന്നറിയിക്കുന്നു ഫസാദിന്റെ മേല് അല്ലെങ്കിൽ അതിന് ഫസാദ് ഇല്ല എന്നതിന്റെ മേല്. ഫസാദ് ഉണ്ടെന്നോ ഇല്ല എന്നതിന്റെ മേൽ അറിയിക്കുന്നത് കൊണ്ട് ഖൈദ് നൽകപ്പെട്ട നഹി ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് മുത്തലഖ് നഹി എന്നതുകൊണ്ട് സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ദാലിക എന്നാ പിന്നെ ആ മുഖയ്യദിൽ എന്താണോ ഖൈദ് നൽകപ്പെട്ട ഏതൊന്നാണോ അതുകൊണ്ട് അമല് ചെയ്യണം. ഇത്തിഫാഖൻ അവിടെ തർക്കമില്ല. അപ്പൊ മുത്തലഖായി വന്നതിലാണ് ഇപ്പൊ ആകെ തർക്കമുള്ളത്.
വഖീല ഇനി പറയപ്പെടുന്നു ഇൻ നുഫിയ അൻഹു അൽ ഖബൂലു, ഇനി ഒരു വസ്തുവിനെ തൊട്ടുള്ള നഫി, ആ നഫി എന്താണെന്നറിയാമോ? ഇല്ല, ഖബൂലിനെ ഇല്ലാതെയാക്കപ്പെടും, ആ വസ്തു സ്വീകരിക്കുക എന്ന് പറയാം. അപ്പോൾ ഒരു വസ്തുവിനെ തൊട്ടുള്ള ഖബൂൽ ഇല്ലാതെയാക്കപ്പെട്ടാൽ എന്താകും എന്ന് പറഞ്ഞാൽ ഐ നഫിയുഹു അനി ശൈഇ, ഒരു വസ്തുവിനെ തൊട്ട് ഖബൂലിനെ നഫി ചെയ്യുക എന്നുള്ളത് യുഫീദു സിഹ്ഹത ലഹു, ആ വസ്തുവിന്റെ സിഹ്ഹത്ത് മനസ്സിലാക്കി തരുന്നു. എന്തുകൊണ്ട്? ലിദുഹൂരി നഫി ഫി അദിമി സവാബി, പ്രതിഫലം ഇല്ല എന്നതിൽ നഫി വെളിവായതിന് വേണ്ടി പിന്നെ അത് സിഹ്ഹത്തിനെ മനസ്സിലാക്കുകയാണ് ഉണ്ടാവുക. ദൂൽ ഇഅ്തിദാദി, ആ ചെയ്ത കർമ്മത്തെ മുഖവിലക്ക് എടുക്കൽ ഇല്ല, മുഖവിലക്ക് എടുക്കലിനെ കൂടാതെ സവാബ് ഇല്ല എന്നാണ് നഫി ഉള്ളത്. അതിൽ നഫി വെളിവാണ്. അപ്പൊ അതുകൊണ്ട് ആ ചെയ്ത അമല് സിഹത്തില്ല എന്ന് പറയാൻ പറ്റുമോ? സിഹത്തുണ്ട് എന്ന് ഖീല പറയപ്പെട്ടിട്ടുണ്ട്. ബലിൻ നഫിയു, എങ്കിലും അവിടെ ഖബൂലിനെ നഫി ചെയ്യല് ദലീൽ ഫസാദി, ആ അമൽ ഫസാദാണ് എന്നറിയിക്കലാണ്. എന്തുകൊണ്ട്? ലിദുഹൂരിഹി, ആ നഫി വെളിവായില്ലേ ഫി അദിമിൽ ഇഅ്തിദാദി, ആ ചെയ്ത കർമ്മത്തെ പരിഗണിക്കുന്നില്ല എന്നതിൽ, അതുകൊണ്ട് ഫസാദല്ലേ വെളിവാക്കുകയാണ്. അവ ഖബൂലിനെ നഫി ചെയ്യുമ്പോൾ ഈ രണ്ടഭിപ്രായമുണ്ട്, സിഹത്തുണ്ട് സവാബില്ല, അല്ല ഫസാദാണ് എന്നുണ്ട്. അപ്പൊ സിഹത്തുമില്ല. വ നഫിയുൽ ഇജ്സാഇ, ഇനി മതിയാവൽ ഇല്ല എന്ന് പറയാം. മതിയാവൽ ഇല്ല എന്ന് പറയുന്നത് അപ്പൊ മതിയാവൽ നഫി ചെയ്യലേ, അതൊക്കെ നഫിയിൽ ഖബൂൽ നഫി ചെയ്യും പ്രകാരം പോലെയാണ്. ഖബൂൽ നഫി ചെയ്താൽ എന്തുണ്ട്? അതുപോലെയാണ് ഇജ്സാഇ നഫി ചെയ്യലും. എന്ത് വിഷയത്തിൽ? ഫി അന്നഹു യുഫീദുൽ ഫസാദ അവി സിഹ്ഹത, ഫസാദിനത് മനസ്സിലാക്കി തരുന്നു എന്ത്? ഇജ്സാഉ നഫി, അല്ലെങ്കിൽ സിഹത്തിനത് മനസ്സിലാക്കി തരുന്നു ഇജ്സാഉ നഫി എന്ന വിഷയം. ഖൗലാനി, രണ്ട് വാക്കാണ്. ബിനാഅൻ ലിൽ അവ്വലി, ഫസാദിനെ മനസ്സിലാക്കി തരുന്നു എന്നതിനെ, അതാണ് അവ്വൽ, അതിനെടുത്തതിന് വേണ്ടി. അല അന്നൽ ഇജ്സാ എന്ന് പറഞ്ഞാൽ കിഫായത്തു, മതിയാവുക എന്നതാണ്. എന്ത് വിഷയത്തിൽ? ഫീ സുഖൂതി ത്വലബി, തേട്ടം ഒഴിഞ്ഞുപോയി. അപ്പൊ തേട്ടം ഒഴിവായി എന്നതിൽ മതിയല്ലോ ഇജ്സാ. അങ്ങനെ ഇജ്സാന്റെ അർത്ഥം ആ അഭിപ്രായ പ്രകാരം എടുക്കുമ്പോൾ ഇജ്സാ ഇല്ല എന്ന് വന്നാൽ ഫസാദ് നല്ലൊരർത്ഥം. ഓവർ റാജു, അങ്ങനെയുള്ള റാജിഹ് എന്ത്? ത്വലബ് ഒഴിവാകാൻ പത് മതി എന്നതാണല്ലോ ഇജ്സാന്റെ അർത്ഥം. അതെടുത്തിട്ടാണ് പറഞ്ഞത്. ഒരു സാനി, രണ്ടാമത്തതിന് സിഹത്തിനെ മനസ്സിലാക്കി തരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ സിഹത്തുണ്ട് എന്നാ പറഞ്ഞത്. അത് രണ്ടാമത്. അതിനെ എടുത്തത് അല അന്നഹു, നിശ്ചയമായിട്ടും ഇജ്സാ ഇസ്കാത്തുൽ ഖളാഇ, അത് ഖളാഇനെ ഒഴിവാക്കി, ഇനി ഖളാ കിട്ടണ്ട, അപ്പൊ സിഹത്തായി എന്നാണ്. അപ്പൊ ഖളാ ഒഴിവാക്കി എന്നതിന്റെ മേലാണ് രണ്ടാം കൗലെടുത്തിട്ട് പറഞ്ഞത് ഇജ്സാഉൻ നഫി, സിഹത്തിനെ മനസ്സിലാക്കി തരും എന്ന് പറയുന്നത്. അപ്പൊ ഇന്നമാ ലാ യുസ്ഖിതുഹു, അപ്പൊ ഖളാഇനെ സാഖിത്താക്കി തരാത്ത ഒന്ന്, അതെങ്ങനെ? ബിഅൻ യഹ്താജ ഇലൽ ഫീലി സാനിയൻ, രണ്ടാമതും അതിനെന്താക്കണം? പ്രവർത്തിക്കണം എന്നതിലേക്ക് ആവശ്യമായി വരൽ കൊണ്ടാണ് ഇസ്കാത്ത് ഇല്ലാത്തത്. അങ്ങനെ വരുമ്പോ ഖദ് യസീഹു, ചിലപ്പോൾ അത് ശരിയാകും, ചിലപ്പോൾ അത് ശരിയായി വരാം, ചിലപ്പോൾ അത് ശരിയായിട്ട് വരാം. ഏതുപോലെ? സ്വലാത്തിൽ ഫാഖിദി തുഹൂറൈനി, ചെറുതും വലുതുമായ അശുദ്ധിയ ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചു, അയാൾ നിസ്കരിക്കുമ്പോൾ എന്താകും? ആ നിസ്കാരം ശരിയാവില്ല ഘട്ടത്തില് എന്നതുപോലെ. അപ്പൊ ഇനി എന്ത് വേണ്ടി? രണ്ടാമത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഖളാഇനെ ഇസ്കാത്താക്കുക എന്ന് വെച്ചിട്ടാണ് സിഹത്ത് പറയുന്നത്. അങ്ങനെ ഖളാഇനെ ഇസ്കാത്താക്കുക എന്ന് പറയാൻ കാരണം ഇതാണ്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഹുവ, ഈ ഇജ്സാ നഫി ചെയ്യല് മൂന്നാം ഖൗല, ഔലാ ബിൽ ഫസാദി, അത് ഫസാദിനോട് ഏറ്റവും ബന്ധമായതല്ലേ ഇജ്സാ നഫി ചെയ്യല് എന്തിനേക്കാൾ? മിൻ നഫിൽ ഖബൂലിനെ നഫി ചെയ്യുന്നതിനേക്കാൾ ഔല ഫസാദ് കൊണ്ടല്ലേ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഖീല ലി തബാദുരി ആദിമിൽ ഇഅ്തിദാദി മിൻഹു, ഇജ്സാഉൻ നഫിയിൽ നിന്ന്
എന്താ മനസ്സിലാക്കാനുള്ളത്? അതിനെ പരിഗണിക്കൽ ഇല്ല എന്ന് വേഗം ഓടി. എവിടേക്ക്? ഇലസിഹിനി, ഹൃദയത്തിലേക്ക് അങ്ങനെയല്ലേ ഓടുക. അതുകൊണ്ടാണ് പറയുന്നത് അനൽ ഫസാദിൽ അവര്. അപ്പൊ അവിടെ കഴിഞ്ഞു തർച്ച. ഇനി അവര് പറഞ്ഞത് ഫസാദാന്നല്ലേ പറഞ്ഞത്? ആ ഫസാദാണ് അവര്. ആ അവരിൽ ഫസാദിന്റെ മേലിൽ നമുക്കൊരു ഹദീസ് ചുമത്താം. അതിന്റെ മേലാണ് ഹദീസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിലുള്ള ഹദീസ്. ലാ യഖ്ബലുല്ലാഹു സലാത്ത അഹദിക്കും, നിങ്ങൾ ഇന്ന് ഒരാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എപ്പോ? ഇദാ അഹ്ദസ, അവൻ അശുദ്ധിക്കാരനായാൽ, ഹത്താ യതവല്ല, ഒന്നുണ്ടാക്കുന്നത് വരെ. അപ്പോൾ എന്തായി? ഫസാദായല്ലോ. അശുദ്ധിക്കാരനായി ഒന്നുമില്ല നിസ്കാരം ബാത്തിലാവും എന്നല്ലേ അർത്ഥം. അപ്പൊ ലാ യഖ്ബലോടെ കബൂലിയത്ത് നഫി ചെയ്തു. കബൂലിയത്ത് നഫി ചെയ്യുമ്പോൾ സിഹത്തിനെ മനസ്സിലാക്കും എന്ന് പറയുന്നു, ഇല്ല ഫസാദാണ് എന്നും പറയുന്നു. ഫസാദാന്ന് തെളിവായല്ലോ. ഈ വസ്താനി രണ്ടാമത്തേതിനുള്ള ഹദീസ് ഇജ്സാൻ. അപ്പോ ഇജ്സാനെ കുറിച്ചുള്ള ഹദീസ് ഫീ, അത് രണ്ടാമത്തത്. ആദ്യത്തേത് കബൂലുള്ള ഫസാദ്. ഇനി രണ്ടാമത്തെ എന്താ? നഫീൽ ഇജ്സാ അല്ലേ? അതിനുള്ള ഫസാദിൽ പറയുന്ന ഹദീസ്. ഹദീസ് ദാറുഖുത്നി ഇമാമിന്റെ ഹദീസാണ്. വൈരി അല്ലാത്തൊരു ഹദീസും അവിടെ ഉണ്ട്. എന്ത്? ലാ തുജ്സിഉ സലാത്തുൻ ലാ യഖറഉ റജുലു ഫീഹാ ബിഉമ്മിൽ ഖുർആനി. ഫാത്തിഹ സൂറത്ത് ഓതാതെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്കാരം മതിയാവൂല. അപ്പൊ ഇജ്സാഉൻ നഫി മനസ്സിലാക്കിയിട്ട് ഫസാദല്ലേ. കബൂലില്ല എന്ന് വന്നാലും ഫസാദല്ലേ. ഇത് രണ്ടിലും തെളിവാണ് ഈ ഹദീസ്. ഇങ്ങനെയാണ് നമ്മളെ മുത്തലഖ് നഹിയെ കുറിച്ചുള്ള കാര്യം. അപ്പോ നഫ്സുൽ അംറും കഴിഞ്ഞു, ലഫ്ലിയായ അംറും കഴിഞ്ഞു. ഇനി നഫ്സിയായ നഹിയും കഴിഞ്ഞു, ലഫ്ലിയായ നഹിയും കഴിഞ്ഞു. അതിലുള്ള തർക്കങ്ങളും പറഞ്ഞു, ഹഖീഖത്തും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആം എന്ന് പറയുന്ന ചർച്ചയാണ് ആരംഭിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ചർച്ച ചെയ്യാം.